ഹലോ ഹായ് ഹായ് ഹലോ വെൽക്കം ടു മൂവീസ് കപ്പിൾ. അപ്പൊ പുതിയൊരു മൂവിയായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. മൂവിയുടെ പേര് ഐ നോബഡി. പൃഥ്വിരാജിന്റെ കുറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു മൂവിയാണ്. നല്ല എക്സ്പെക്ടേഷൻ ഞങ്ങൾക്ക് ഭയങ്കര ഹൈ ആയിരുന്നു. ഈ മൂവിയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. ഡയറക്ടഡ് ബൈ നിസാം ബഷീർ, റോഷാർക്കും കെട്ടിയോൾ ആൻഡ് മാലാഖെ, ഈ രണ്ട് പടങ്ങള് സംവിധാനം ചെയ്ത ആൾ. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പെക്ടേഷനും കൂടി നമുക്ക് മൂവിയുടെ പേരിലുണ്ടായിരുന്നു. കലർന്നതാന്ന് പറയാല്ലേ, ഒരു ഫാമിലി ഡ്രാമയുണ്ട്. സമീർ അബ്ദുൾ ആണ് റൈറ്റർ, റോഷാക്കിന്റെ അതേ റൈറ്റർ തന്നെയാണ്. അപ്പൊ ആ ഒരു കോംബോ വീണ്ടും വന്നു. പിന്നെ മ്യൂസിക് ജെക്സ് ബിജോയ് ആയിരുന്നു. അതെ, ജെക്സ് ബിജോയ്, പ്രത്യേകിച്ച് ജെക്സ് ബിജോയുടെ നല്ല അറിയാം, ആള് ടാലന്റഡ് ആണ്. ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന എല്ലാം. നമുക്ക് പടത്തിലേക്ക് പോവാം അല്ലേ? എന്ത് തോന്നി? തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് അത്രയും കണക്റ്റഡ് ആയിട്ടില്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയത്തില്ല. പക്ഷെ നമ്മള് അത് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, സാധാരണ നമ്മള് മൂവി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മളെ കഥാപാത്രങ്ങളുമായിട്ട് നമ്മൾ ഇമോഷണൽ ഒന്ന് ലോക്ക് ചെയ്യും. അതായത് ഇവരുടെ ബാക്ക് സ്റ്റോറിയോ അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബത്തിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇമോഷണലി ഓക്കെ, നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരാളെന്നുള്ള ഒരാളായിട്ട് നമ്മൾ ഇമോഷണൽ ലോക്ക് ചെയ്തിട്ടാണ് കഥ പറഞ്ഞ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ മെയിൻ പ്ലോട്ടിലോട്ട് കയറുന്നത്. ഇത് ശരിക്കും പടം തുടങ്ങുന്നത് തന്നെ നേരെ മെയിൻ പ്ലോട്ടിലോട്ടാണ്. അപ്പം വേറെ എവിടെയോ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇടയിലൊന്നും അല്ലാത്തൊരു കഥ പോലെയാണ്. അതുകൊണ്ട് ഇമോഷണലി ലോക്കായില്ല പടം. അതായത് ഡയറക്ഷൻ വൈസിൽ അതൊക്കെ ഓക്കെയാണ്. ആക്ഷൻ നല്ല അടിപൊളി ആക്ഷൻ, പക്ക ആക്ഷൻ എല്ലാം ഓക്കെയാണ്. പക്ഷെ പൃഥ്വിരാജിന്റെ അഭിനയം എല്ലാരും നല്ലോണം പൃഥ്വിരാജും പാർവതി നമുക്കറിയാലോ, അങ്ങനെ ഒരാള് പ്രത്യേകിച്ച് നല്ല പടങ്ങളിൽ മാത്രമേ പാർവതിനെ കാണാറുള്ളൂ. അതെ, അത്ര സെലക്റ്റീവ് ആണ് പുള്ളിക്കാരി. അതെ അതെ അതെ. പക്ഷെ എനിക്ക് അത്രയും കണക്ട് ആയില്ല എന്ന് പറയാം. അത് ഈ ഒരു കാരണം കൊണ്ടാണ് കണക്ട് ആകുന്നതെന്നാണ് എനിക്കും കണക്ട് ആകാതെ പോയതിന്റെ ഒരു കാരണം ഇതാണ്. പക്ഷെ പടം ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു പടമാണ്. കാര്യം ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പം ഇത് സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, സ്റ്റൺസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുക. അങ്ങനെ ഇൻഡിവിജ്വൽ നോക്കിയാൽ അടിപൊളിയാണ്. പക്ഷെ അതെല്ലാം കൂടെ സംയോജിച്ച് വരുമ്പോൾ പടം ഓവറോൾ നോക്കുമ്പോൾ ഇങ്ങനെ കണക്ട് ആകുന്നതിന്റെ ഇമോഷണലി ലോക്കാകത്തിന്റെ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് തോന്നിയത്. പടം മുന്നോട്ട് പോകുന്നത് ആദ്യമേ കാണിക്കുന്ന ഒരു ബാങ്ക് റോബറിയാണ്. അതിനെ ആസ്പദമാക്കിയാണ് മുന്നോട്ട് പോകുന്ന ഒരു കാര്യങ്ങളെല്ലാം പോകുന്നത്. എനിക്ക് തോന്നി എന്തിനോ വേണ്ടി ഓടുന്ന ഒരു നായകനും കുറെ കഥാപാത്രങ്ങളുമായിട്ട് എനിക്ക് തോന്നി. തോന്നണമെന്നില്ല. ബാങ്ക് മാനേജറായിട്ട് അഭിനയിച്ച മറ്റേ റൂബിയോ, ഡോക്ടർ റൂബി, അങ്ങനെ കുറച്ച് പടങ്ങളിനകത്ത് മറ്റേ ബാങ്ക് മാനേജറായിട്ട് എനിക്കൊന്നൊരു ഡയലോഗ് പോലും ഇല്ല. പക്ഷെ അങ്ങനെ നല്ലൊരു അഭിനേതാവിനെ എന്തിനാണ് അങ്ങനെ ഒരു കഥാപാത്രം എന്ന് ശരിക്കും പറഞ്ഞാൽ പാർവതിക്കും പൃഥ്വിരാജിനും പിന്നെ പോലീസുകാരായിട്ട് അഭിനയിച്ച ആളുടെ പേര് വിട്ടുപോയി, മറന്നുപോയി. അപ്പം ഇത്രയും പേർക്ക് അതിനകത്തൊരു അല്ലെ, ഹക്കീം ഷാ, പിന്നെ അശോകന് നമ്മൾ ആദ്യമേ കാണിക്കുമ്പോഴേക്കും ഇതിനകത്ത് എന്ത് റോള് നമുക്ക് മനസ്സിലാകും. ഏതായാലും മുന്നോട്ട് പോകുമ്പോഴേക്കും അശോകനെ പോലെ ഒരു ആക്ടറിനെ അതിനകത്ത് ഇടണമെന്നുണ്ടെങ്കിൽ അതിയായ കാരണങ്ങൾ വേണമല്ലോ. അപ്പം നമുക്ക് അതിന്റെ കുറച്ച് കഴിയുമ്പോഴേക്കും പ്രാധാന്യമുണ്ട്. അശോകന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ 4 പേർക്കാണ് അതിനകത്ത് മെയിൻ. പോലീസുകാരും എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. മധുബാലുണ്ട്, പിന്നെ അവസാനം നമ്മുടെ ജയരാഘവൻ ചേട്ടൻ ആള് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പല ആൾക്കാർ വന്നു പോകുന്നുണ്ട് ഇങ്ങനെ അല്ലേ. അങ്ങനെ പടം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രവേശനം. നമ്മൾ സിനിമ കണ്ട് നമ്മൾ ഇറങ്ങി കുറച്ച് ആൾക്കാർ നമ്മൾ അഭിപ്രായം ചോദിച്ചു. പല ആൾക്കാർക്ക് ഓക്കെ ആണ് പറഞ്ഞത്. അതിഭയങ്കരമായ ഒരു മൂവി എന്നല്ല, പിന്നെ ഒരു നമുക്കൊരു ഒരു ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടെ ഒന്ന് പോകണം നമുക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോകുന്നൊരു പടം. അപ്പൊ എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ്, ഒരു സമയം കളയാനായിട്ട് പോണം ഒരു സിനിമയ്ക്ക്. ലാഗ് ഉണ്ട് പടത്തിന്, ലാഗ് ഉണ്ട്, നല്ല ലാഗ് ഉണ്ട്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ്. എന്നെ അങ്ങ് ഇരുത്തിയില്ല. പടത്തിന് കുറെ ആക്ഷൻസ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പിള്ളേരുമായിട്ട് പോയി കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കാണിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സീനും അങ്ങനെ കാര്യങ്ങളും ഒന്നുമില്ല സിനിമയ്ക്കകത്ത്. അപ്പം പുതിയൊരു പടമായിട്ട് നമുക്ക് വരാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ. താങ്ക് യു.